എ കാർ ഹാസ് 2 വൈപ്പേഴ്സ്. കാറിന് നമ്മൾ മഴയത്തൊക്കെ വെള്ളം വീണ് കഴിയുമ്പോൾ അതിനെ തുടക്കാൻ വേണ്ടിയിട്ട് വൈപ്പർ ഉണ്ടാവും. അത് ഓവർലാപ്പ് ചെയ്യുന്നില്ല, അതായത് രണ്ടും രണ്ട് സ്ഥലത്താണ് ഇങ്ങനെ കറങ്ങുന്നത്. ഈച്ച് വൈപ്പർ ഹാസ് എ ബ്ലേഡ് ഓഫ് ലെങ്ത് 25 സെൻറ്റിമീറ്റർ. ഓരോ വൈപ്പറിൻ്റെയും ബ്ലേഡിൻ്റെ നീളം 25 സെൻറ്റിമീറ്റർ ആണ്. അത് സ്വീപ്പ് ചെയ്യുന്ന ആംഗിള് 115 ഡിഗ്രിയാണ്. ഫൈൻഡ് ദ ടോട്ടൽ ഏരിയ ക്ലീൻഡ് അറ്റ് ഈച്ച് സ്വെപ്റ്റ് ഓഫ് ദ ബ്ലേഡ്സ്. ഒരു പ്രാവശ്യം ഇങ്ങനെ സ്വീപ്പ് ചെയ്യുമ്പോൾ എത്രമാത്രം ഏരിയ ഈ ബ്ലേഡുകൾ ക്ലീൻ ചെയ്യുന്നുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കതിൻ്റെ ഒരു പിക്ചർ ഒന്ന് കാണാം. അതേ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതിയിട്ടുണ്ട്. അതായത് ഒരു കാറിന് 2 വൈപ്പർ ഉണ്ട്. ഓക്കെ, എ കാർ ഹാസ് 2 വൈപ്പേഴ്സ്. ഇതാണ് വൈപ്പർ. ഓക്കെ, വിച്ച് ഡു നോട്ട് ഓവർലാപ്പ്. അത് ഓവർലാപ്പ് ചെയ്യുന്നില്ല. ഇത് സ്വീപ്പ് ചെയ്യുന്ന ഏരിയ വേറെ, ഇത് സ്വീപ്പ് ചെയ്യുന്ന ഏരിയ വേറെ. ഈച്ച് വൈപ്പർ ഹാസ് എ ബ്ലേഡ് ഓഫ് ലെങ്ത് 25 സെൻറ്റിമീറ്റർ. ഓരോ വൈപ്പറിൻ്റെയും ബ്ലേഡിൻ്റെ നീളം 25 സെൻറ്റിമീറ്റർ ആണ്. ഇതും 25 സെൻറ്റിമീറ്റർ ആണ്, ഇതും 25 സെൻറ്റിമീറ്റർ ആണ്. അത് സ്വീപ്പ് ചെയ്യുന്ന ആംഗിൾ 115 ഡിഗ്രിയാണ്. നോക്കൂ, അത് സ്വീപ്പ് ചെയ്യുന്ന ആംഗിൾ ഇങ്ങനെ സ്വീപ്പ് ചെയ്യുന്ന ഇത്ര ഏരിയയിലാണ് സ്വീപ്പ് ചെയ്യുന്നത്. അത് സ്വീപ്പ് ചെയ്യുന്ന ആംഗിള് 115 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദ ടോട്ടൽ ഏരിയ ക്ലീൻഡ് അറ്റ് ഈച്ച് സ്വീപ്പ് ഓഫ് ദ ബ്ലേഡ്സ്. ഓരോ പ്രാവശ്യം ഇങ്ങനെ സ്വീപ്പ് ചെയ്യുമ്പോൾ എന്തുമാത്രം ഏരിയ ഇത് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇത്ര ഏരിയ ക്ലീൻ ചെയ്യുന്നുണ്ട്, ഇത് ഇത്ര ഏരിയ ക്ലീൻ ചെയ്യുന്നുണ്ട്. അതായത് 2 സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക എന്നതാണ് നമ്മുടെ ടാർജറ്റ്. ഓക്കെ, നമ്മളിതിൻ്റെ ആൻസറിലേക്ക് കിടക്കുകയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓരോ സ്വീപ്പിനും ഈ ബ്ലേഡുകൾ ക്ലീൻ ചെയ്യുന്ന ഏരിയ, അതായത് 2 സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ, പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ ഒന്നുകൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. കാറിന് 2 വൈപ്പർ ഉണ്ട്, ഓവർലാപ്പ് ചെയ്യുന്നില്ല. ബ്ലേഡിൻ്റെ നീളം 25 സെൻറ്റിമീറ്റർ. അത് സ്വീപ്പ് ചെയ്യുന്ന ആംഗിള് 115 ഡിഗ്രി. ഓരോ സ്വീപ്പിനും 2 ബ്ലേഡും കൂടി എത്രമാത്രം ഏരിയ സ്വീപ്പ് ചെയ്യുന്നു, ക്ലീൻ ചെയ്യുന്നു എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ അൽഗോരിതം എഴുതാം. അതിനു മുമ്പ് ഞാനിവിടെ ഒരു കാര്യം എഴുതിയിരിക്കുന്നു. ഈ ഓരോ സെക്ടറിൻ്റെയും റേഡിയസ് 25 സെൻറ്റിമീറ്റർ ആണ്, ബ്ലേഡിൻ്റെ നീളമാണ് റേഡിയസ് ആയിട്ട് എടുക്കുക. ആംഗിൾ അവർ തന്നിട്ടുണ്ട്, സെൻട്രൽ ആംഗിൾ 115 ഡിഗ്രിയാണ്. ടോട്ടൽ ഏരിയ സ്വെപ്റ്റ് ബൈ 2 ബ്ലേഡ്സ് ഈക്വൽ ടു 2 ഇൻറ്റു ഏരിയ ഓഫ് 1 സെക്ടർ. ഇതും ഒരു സെക്ടറാണ്, ഇതും ഒരു സെക്ടറാണ്. അപ്പോൾ ഈ സെക്ടറിൻ്റെ ഏരിയ കാണുന്നു. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 സെക്ടറിൻ്റെയും ഏരിയ. സെക്ടറിൻ്റെ ഏരിയ കാണുവാനുള്ള ഫോർമുല ഇത് ഇവിടുത്തെ 2 ആണ്. സെക്ടറിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല θ/360 ഇൻറ്റു πr². വാല്യൂസ് കൊടുക്കാം. 2 ഇൻറ്റു θ 115/360. പൈയുടെ വാല്യൂ കൊടുക്കുന്നു 22/7. r². r എന്ന് പറഞ്ഞാൽ ബ്ലേഡിൻ്റെ നീളം 25 സെൻറ്റിമീറ്റർ. 25 ഇൻറ്റു 25. ചില കാര്യങ്ങൾ നമുക്കിവിടെ വെട്ടിക്കളയാൻ കഴിയും. നമുക്കത് വെട്ടിക്കളയാവുന്ന കാര്യങ്ങളൊക്കെ വെട്ടിക്കളയാം. ഇത് 5 വെച്ച് കട്ട് ചെയ്യാം. 2 5s are 10. ബാക്കി ഒരു 1 ഉണ്ട്, 1ഉം 5ഉം കൂടി ചേരുമ്പോൾ 15. അതിൽ 3 പ്രാവശ്യം പോകും. ഇവിടെ 3ൽ പോകില്ല, 36ൽ 7 5s are 36. ബാക്കി ഒരു 1 ഉണ്ട്, ആ 1ഉം 0യും കൂടി ചേരുമ്പോൾ 10. 10ൽ 2 5s are 10. ഇത് നമുക്ക് വീണ്ടും കട്ട് ചെയ്യാം. 2 വെച്ച് കട്ട് ചെയ്യാം. 2 ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 1 2 is 2. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 3 2s are 6. ക്യാരി 1, 1ഉം 2ഉം 12 36. വീണ്ടും ഇവിടെ ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. 2 വെച്ച് കട്ട് ചെയ്യാം. 11 2s are 22. ഇവിടെയും 2 വെച്ച് കട്ട് ചെയ്യാം. 1 2 is 2. ബാക്കി ഒരു 1 6 8. ഇനി കട്ട് ചെയ്യാനൊന്നും കാണുന്നില്ല. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് ഇതൊന്ന് റെഡിയാക്കി എഴുതാം. നോക്കൂ, മുകളിൽ 23 ഇൻറ്റു 11 ഇൻറ്റു ഇവിടെ 1 ആയതുകൊണ്ട് എടുക്കാത്തത് 23 ഇൻറ്റു 11 ഇൻറ്റു 25 ഇൻറ്റു 25 മുകളിൽ വരുന്നു. താഴെ 18 ഇൻറ്റു 7. ഓക്കെ, അത് ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് 158125 ഡിവൈഡഡ് ബൈ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടി. ഇതെല്ലാം രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 126. ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. സെൻറ്റിമീറ്ററിലാണ് നമുക്ക് യൂണിറ്റ് തന്നത്. അപ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയർ, ഏരിയയുടെ യൂണിറ്റ് സ്ക്വയർ ആയിരിക്കും, സെൻറ്റിമീറ്റർ സ്ക്വയർ. റൈറ്റ്.